കാരണം എത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നൊക്കെ നിങ്ങൾക്കൊരു ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ കുറച്ചുകൂടി കൂടുതൽ റിയാക്ഷൻസ് വായിക്കാനും ഒക്കെ അത് ഉപകാരപ്പെടുന്നതാണ് എനിക്ക് തോന്നണേ. ഇനിയിപ്പോ അങ്ങനെ ചെയ്യണ്ടെന്നൊരു അഭിപ്രായമുള്ള കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ അത് അറ്റംപ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധിക്കില്ല മിസ്. പക്ഷെ അതിൽ കുറച്ചു പേർക്കെങ്കിലും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു സെൽഫ് ഇംപ്രൂവ്മെന്റ് എന്ന് ഫീലിംഗ് വരികയാണെങ്കിൽ ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ടെസ്റ്റുകളാവാം. അല്ലെങ്കിൽ കാരണം എപ്പോഴും നമ്മൾ ഈ ഡേ ബിഫോർ പഠിക്കുന്നത് മാത്രം ഓർത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ. നമുക്കത് മുമ്പത്തെ ആയിട്ടും കൂടി കോറിലേറ്റ് ചെയ്യാൻ പറ്റണ്ടോ നോക്കണം. അങ്ങനെയായാലേ നമുക്ക് ഓർഗാനിക്കിന് ഒരു അപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ പഠിപ്പിക്കുന്ന 5 റിയാക്ഷൻ പിറ്റേ ദിവസം മറന്നു പോയിട്ട് കാര്യമില്ല. പക്ഷെ ഇങ്ങനെ കുറെ നിങ്ങൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വായിക്കാതെ തന്നെ അത് ചെയ്യാനുള്ള ഒരു സ്കില്ല് വരും. അതുകൊണ്ടാണ് മിസ് അങ്ങനെ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ആരും ഡിസ്കറേജ്ഡ് ആവേണ്ട, മാർക്ക് കുറഞ്ഞാലും. Okay, no problem. Okay, I think most of you are for it. So I'm in between, we will do that. അപ്പൊ അത് ഈ സർപ്രൈസ് എന്ന് പറയുമ്പോ അപ്പൊ അത് എല്ലാ ചാപ്റ്ററിനെയും കൂടി ലിങ്ക് ചെയ്തിട്ടാണ് മിസ് ഇടുക. ഓർമ്മ ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു പോസിറ്റീവ് ഒപ്പീനിയൻ ആണെങ്കിൽ വി ക്യാൻ കണ്ടിന്യൂ ലൈക്ക് ദാറ്റ് ഇൻ ബിറ്റ്വീൻ. നിങ്ങൾ ഒരു റിയാക്ഷൻ കാണാതെ പഠിക്കുന്നതിനേക്കാൾ ഒരുപാട് എഫക്റ്റീവ് ആയിരിക്കും നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് തുടങ്ങാം, സമയം ഓൾറെഡി ലേറ്റ് ആയി. അപ്പൊ നമ്മൾ ഇന്നലെ എന്താ പറയാ കാർബോക്സിലിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ മെത്തേഡ്സ് എല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോണത് ആസിഡിന്റെ റിയാക്ടിവിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ RC ഡബിൾ ബോണ്ട് OH, ഇതാണ് നമ്മുടെ ആസിഡിന്റെ സ്ട്രക്ചർ അല്ലെ. അപ്പോ നമ്മൾ ആൽഡിഹൈഡിൽ പഠിച്ചത് ആൽഡിഹൈഡ്സ് വിൽ ഗിവ് വിച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ് പഠിച്ചത്. ആൽഡിഹൈഡ്സ് വിൽ ഗിവ് വിച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻ? ഓർമ്മയുള്ളതൊന്ന് ചാറ്റ് ബോക്സിൽ എഴുതിയേ. ആൽഡിഹൈഡ്സ് വിൽ ഗിവ് വിച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻ? ഓർമ്മയുണ്ടോ? ആൽഡിഹൈഡ്സ് ഏത് ടൈപ്പ് റിയാക്ഷൻസ് തരുന്നതാണ് മക്കളെ പഠിച്ചത്? ന്യൂക്ലിയോഫിലിക് അഡീഷൻ. വെരി ഗുഡ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കാർബോക്സിലിക് ആസിഡിന്റെ സ്ട്രക്ചർ നോക്കിയാൽ ഹിയർ യു ക്യാൻ സി എ കാർബണൈൽ ഗ്രൂപ്പ് അല്ലെ. ഇവിടെ ഒരു കാർബണൈൽ ഗ്രൂപ്പ് ഉണ്ട്. ബട്ട് അവിടെ ഒരു കാർബണൈൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിലും ഇത് ആൽഡിഹൈഡ് തരുന്ന പോലെ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻസ് തരുന്നില്ല. വെരി ഇമ്പോർട്ടന്റ്. ഇവൻ ദോ ഇറ്റ് ഈസ് ഹാവിംഗ് എ കാർബണൈൽ ഗ്രൂപ്പ്, ജസ്റ്റ് ലൈക്ക് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺ, carboxylic acids are not giving nucleophilic addition reactions. We are going to see the reason for that. അപ്പൊ ഇവിടെ നിങ്ങൾ ഈ ഇലക്ട്രോൺ പെയറിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ റെസൊണൻസ് ആണ് എഴുതാൻ പോണത്. സോ ഫസ്റ്റ് യു വിൽ ഗെറ്റ് RCO minus OH അല്ലെ. ഓക്സിജൻ കണ്ടെയ്ൻ 2 ലോൺ പെയർ, അതൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം. ഈ ലോൺ പെയർ നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത റെസൊണൻസ് എനിക്ക് ഇങ്ങനെ എഴുതാം അല്ലെ. RCO minus ഡബിൾ ബോണ്ട് O, 1 ലോൺ പെയർ പ്ലസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് കാർബോക്സിലിക് ആസിഡിന്റെ സ്ട്രക്ചർ വരുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, കാർബണൈൽ കാർബണ് പോസിറ്റീവ് സൈൻ ഇല്ല. അവിടെ നമ്മൾ ഒരു വാക്ക് പറഞ്ഞിരുന്നു, കാർബണൈൽ കാർബണ് പോസിറ്റീവ് സൈൻ ഇല്ലെങ്കിൽ കാർബണൈൽ കാർബണിന്റെ ഡാഷ് കുറവായിരിക്കും ഒരു വാക്ക് പറഞ്ഞിരുന്നു. അത് കുറവാണെങ്കിൽ അത് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ. വെരി ഗുഡ്. ഇലക്ട്രോഫിലിസിറ്റി ഓഫ് കാർബണൈൽ കാർബൺ വിൽ ബി ലെസ്. സോ ദാറ്റ്സ് വൈ വേറെ ആർക്കും ഓർമ്മയില്ല ആ വാക്ക്. ഇലക്ട്രോഫിലിസിറ്റി ഓഫ് കാർബണൈൽ കാർബൺ വിൽ ബി ലെസ് ആൻഡ് ഇറ്റ് വിൽ നോട്ട് അണ്ടർഗോ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ. സോ ജസ്റ്റ് ലൈക്ക് aldehyde and ketone, carboxylic acids are not giving nucleophilic addition reactions. ഇനി നമുക്ക് അടുത്ത അതിന്റെ ഓരോ റിയാക്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ഫോർമേഷൻ ഓഫ് അൺഹൈഡ്രൈഡ്. Formation of anhydride, that is CH3COOH. Anhydride is nothing but 2 മോളിക്യൂൾ ആസിഡിൽ നിന്നും 1 മോളിക്യൂൾ വാട്ടർ കളയുന്നതിനെയാണ് നമ്മൾ അൺഹൈഡ്രൈഡ് എന്ന് പറയുക. 2 മോളിക്യൂൾ ആസിഡിൽ നിന്നും 1 മോളിക്യൂൾ വാട്ടർ കളയുന്നതിനെയാണ് നമ്മൾ അൺഹൈഡ്രൈഡ് പറയുക. അപ്പൊ നമ്മൾ വാട്ടർ എലിമിനേഷൻ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ഏതാ? ഫോർ റിമൂവൽ ഓഫ് വാട്ടർ, വിച്ച് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് വി യൂസ് ടു യൂസ്? ഏതാ ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്? ഓക്കെ, വെരി ഗുഡ്. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആണ് വളരെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ്. പക്ഷേ വെരി ഇമ്പോർട്ടന്റ്, ഇവിടെ നമുക്ക് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ദിസ് ഇസ് ഓൾസോ an acid. An acid will not react with another acid. So ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് P2O5, phosphorus pentoxide and heat. So you will get anhydride structure നോക്കുക, CH3CO, CH3CO.
ഓർ ഇതിനെയാണ് നമ്മൾ ഇങ്ങനെ എഴുതാറുള്ളത്. CH3CO2ISO എന്ന് എഴുതാറുള്ളത് ഇതിനെയാണ്. സോ unhydrated means from 2 acids 1 molecule of water is eliminated, so you will get an unhydrate. അടുത്തത് esterification. ഇത് എളുപ്പല്ലേ മക്കളെ? നിങ്ങൾ ക്ലിയർ ആയില്ലെങ്കിൽ ഒന്ന് പറയണേ. ക്ലിയർ ആയല്ലോ അല്ലെ? ദിസ് ഇസ് ഈസി. വെറുതെ വാട്ടർ കളഞ്ഞുള്ളൂ മിസ്. 2 ആസിഡിൽ നിന്ന് 1 മോളിക്യൂൾ വാട്ടർ കളഞ്ഞു. ഈസിയാണ്. ഓക്കെ ഫൈൻ. ദെൻ esterification. esterification നമുക്ക് അറിയുന്ന റിയാക്ഷൻ തന്നെ, അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. ആസിഡ് when react with alcohol in presence of an acid you will get RCOOR dash plus R dash OH plus water. Acid plus alcohol giving ester plus water. This you already learned. It's a reversible reaction. That's why we are removing the water during the process. Allengil backward reaction nadanna you will again get back the acid and alcohol. Ini aduthathu idile oru vidam reactions ellam miss munpu parnadana. എനിക്ക് RCOOH നെ ശ്രദ്ധിച്ച് കേൾക്കുക. എനിക്ക് RCOCl ആക്കണം. ആസിഡിനെ എനിക്കൊരു ആസിഡ് ക്ലോറൈഡ് ആക്കണം. ഏതൊക്കെയാ റിയേജൻസ് പറ്റുക മിസ്? ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാ വേറെ ചാപ്റ്ററുകളിൽ. ആസിഡിലേക്കും ആൽക്കഹോളിലേക്കും ഹാലോജനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഏതെല്ലാം കോമ്പൗണ്ട്സ് നമുക്ക് യൂസ് ചെയ്യാം? പിന്നെ വെരി ഗുഡ്, വെരി ഗുഡ്. ബാക്കിയുള്ളവരൊക്കെ എന്താ ഉറങ്ങുക? ആകെ 2 3 കുട്ടികൾ മാത്രമേ റെസ്പോൺസേ കിട്ടുന്നുള്ളൂ. ഓക്കെ വെരി ഗുഡ്. SOCl2 is the best. അപ്പോ കണ്ടോ, അതാണ് മിസ് മുമ്പേ പറയണത്. പഴയ ചാപ്റ്റർ പഠിച്ചാൽ ഇതെല്ലാം ഈസിയാണ്. ഇതെല്ലാം പുതിയതായിട്ട് പഠിക്കണമല്ല, അവിടെ പഠിച്ചതാണ്. ആസിഡിലേക്കും ആൽക്കഹോളിലേക്കും നമുക്ക് ക്ലോറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ യു നീഡ് PCl5, PCl3 or SOCl2 യൂസ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? വെരി സിമ്പിൾ. esterification is also easy. So acid plus PCl5, PCl3 or SOCl2 you will get an acid chloride. അടുത്തത് റിയാക്ഷൻ വിത്ത് അമോണിയ. വെരി ഇമ്പോർട്ടന്റ്. റിയാക്ഷൻ വിത്ത് അമോണിയ നമുക്ക് കുറെ ദിക്കില് അതിന്റെ ആവശ്യം കൺവേർഷൻസിൽ വരും. റിയാക്ഷൻ വിത്ത് അമോണിയ നിങ്ങൾക്ക് മറ്റേ കൺവേർഷൻസിന്റെ മറ്റേ ക്ലാസ്സിലെ കുട്ടികൾ പറഞ്ഞത് റെക്കോർഡഡ് അയച്ചാൽ മതി എന്നാണ്. നിങ്ങൾക്ക് ഇനിയിപ്പോ ലൈവായിട്ട് കൺവേർഷൻ ചെയ്തത്ര പ്രാക്ടീസ് ഇല്ലെങ്കിൽ ലൈവ് വേണമെങ്കിൽ 1 or 2 ലൈവ് ക്ലാസ് നമുക്ക് കൺവേർഷൻ ചെയ്യാൻ ഒരു പാറ്റേൺ കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ചെയ്യാം. അത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പോലെ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ മിസ് ബാക്കിലെ ക്വസ്റ്റ്യൻസ് കൺവേർഷൻസ് റെക്കോർഡ് ചെയ്ത് അയക്കാം. എങ്ങനെയാ നിങ്ങളുടെ കൺവീനിയൻസ് എന്ന് വെച്ചാൽ അതുപോലെ പറഞ്ഞാൽ മതി. ഓക്കെ. റിയാക്ഷൻ വിത്ത് അമോണിയ. സോ CH3 ശ്രദ്ധിച്ചു നോക്കുക. CH3COH NH3. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ആസിഡും ഒരു ബേസും. ആസിഡും ബേസും റിയാക്ട് ചെയ്താൽ എന്താ ഉണ്ടാവുക? ആസിഡും ബേസും റിയാക്ട് ചെയ്താൽ എന്താ ഉണ്ടാവുക? സോൾട്ട്. സോൾട്ട് ഉണ്ടായി. CH3COONH4+. അമോണിയം സോൾട്ട് ഉണ്ടായി അല്ലെ? അപ്പോ സോൾട്ട് ഉണ്ടായി. ഈ സോൾട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് 1 മോളിക്യൂൾ വാട്ടർ പോവും, 1 ഓക്സിജനും 2 ഹൈഡ്രജനും പോവും. ദാറ്റ് ഈസ് -H2O. അപ്പൊ എന്തായിരിക്കും ആ സ്ട്രക്ചർ എന്ന് പറഞ്ഞേ? CH3COONH4 ന്ന് ഒരു വാട്ടർ പോയി കഴിഞ്ഞാൽ what will be left? What will be left? മക്കളെ നോക്കുക. ആദ്യം നിങ്ങൾ ഒരു ഓക്സിജനെയും 2 ഹൈഡ്രജനെയും കളഞ്ഞിട്ട് നോക്കുക ബാക്കി എന്താ ഉള്ളത് നോക്കുക. വെരി ഗുഡ്. CH3. ഇത് നമ്മൾ ഇന്നലെ പഠിച്ച കോമ്പൗണ്ട് ആണ്. ഓർമ്മയുള്ള ഒരു പേര് എഴുതുക. ഇതിന്റെ പേരെന്താ? യെസ്, കറക്റ്റ്. ദിസ് ഇസ് an amide. This is an amide. This is called amide. ഇന്നലെ നമ്മൾ അമൈഡിനെ പഠിച്ചു. അമൈഡിനെ എന്ത് ചെയ്താൽ ആസിഡ് കിട്ടുന്നതാണ് ഇന്നലെ പഠിച്ചത്. അമൈഡിനെ എന്ത് ചെയ്താൽ ആസിഡ് കിട്ടും? മോനെ പവിത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണെന്ന് അറിയില്ല. CH3CO ആണ്. CHO അല്ല മോനെ. CH3CONH2. ഹൈഡ്രോളിസിസ്. അമൈഡ് ഓൺ ഹൈഡ്രോളിസിസ് യു വിൽ ഗെറ്റ് ആസിഡ്. വെരി ഗുഡ്. അമൈഡിനെ റെഡ്യൂസ് ചെയ്താലോ? അമൈഡിനെ റെഡ്യൂസ് ചെയ്താലോ? amide reduction. Excellent. Primary amine. Amide reduction, primary amine. Okay, fine. So happy. At least നിങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടല്ലോ ഇന്നലത്തെ പോർഷൻ. ഇനിയിപ്പോ ഇതേ റിയാക്ഷൻ തന്നെ മിസ് റിംഗിൽ ചെയ്യാണ്. ബെൻസോയിക് ആസിഡ് പ്ലസ് NH3. ഇതുപോലെ തന്നെ എഴുതാ. ബെൻസീൻ റിംഗ് COONH4 plus, which on heating you will get benzene ring
CONH2. ഇതിന്റെ പേര് നോക്കി വെക്കുക, ഇമ്പോർട്ടന്റ്, ബെൻസമൈഡ്. അത് മിസ് സ്പെസിഫിക്കലി പറയാനുള്ള കാരണം ആക്ച്വലി ഇതിൽ 7 കാർബൺ ആറ്റം ഉണ്ട് അല്ലെ, 7 കാർബൺ ആറ്റം ഉണ്ട്. സ്റ്റിൽ വി കോൾ ഇറ്റ് ആസ് എ ബെൻസമൈഡ്. കാരണം അമൈഡ് എന്ന് പറഞ്ഞാൽ തന്നെ CONH2 ആണ്. സോ ദാറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് വൺ മോർ കാർബൺ ഇസ് ദർ ഇൻ ദ ബെൻസീൻ റിംഗ്. ദാറ്റ്സ് വൈ വി ആർ നോട്ട് സ്പെസിഫൈങ് വൺ മോർ കാർബൺ ഇസ് ദർ. സോ ദ കോമ്പൗണ്ട് നെയിം ഇസ് ബെൻസമൈഡ്. നോട്ട് ചെയ്ത് വെക്കുക. പക്ഷെ സാധാരണ ഇപ്പൊ ഈ റിയാക്ഷൻ എഴുതുമ്പോ നമ്മൾ കൺവേർഷൻസിൽ ഞാൻ മുമ്പ് നിങ്ങളോട് മെൻഷൻ ചെയ്തു, എപ്പോഴും നമ്പർ ഓഫ് സ്റ്റെപ്സ് കുറവാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മൾ ഇതിങ്ങനെ മിസ് സോൾട്ട് ഫോർമേഷൻ എഴുതിയത് കൂടാതെ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ആസിഡ് പ്ലസ് അമോണിയ ഹീറ്റ് എന്ന് എഴുതിയിട്ട് ഡയറക്ട്ലി CH3CONH2 എന്ന് പരീക്ഷയ്ക്ക് എഴുതണ്ടു. മിസ് അത് കാണിച്ചു എന്ന് മാത്രം. ആസിഡും അമോണിയം റിയാക്ട് ചെയ്ത് ഹീറ്റ് ചെയ്താൽ സോൾട്ട് കിട്ടുന്നുള്ളത് നിങ്ങൾക്ക് ഡയറക്റ്റ് എഴുതാം, സെപ്പറേറ്റ് ആയിട്ട് എഴുതേണ്ട കാര്യമില്ല. ക്ലിയർ ആയല്ലോ? ആസിഡ് പ്ലസ് അമോണിയ ഓൺ ഹീറ്റിംഗ് യു വിൽ ഗെറ്റ് അമൈഡ്. കാരണം നമ്മൾ കൺവേർഷൻ ചെയ്യുമ്പോൾ ഇത് ഒരു സ്റ്റെപ്പ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റെപ്പും കൂടിയും കൂടുതലാവും. അപ്പോൾ 1 സ്റ്റെപ്പിൽ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അമൈഡ് ഫോർമേഷൻ എഴുതാം. ഇനി ഇതിന് പകരം ഈ കോമ്പൗണ്ടിന്റെ പേര് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ നോക്കട്ടെ. എന്താ പേര്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? വെരി ഗുഡ്, താലിക് ആസിഡ്. ദിസ് ഇസ് താലിക് ആസിഡ്. താലിക് ആസിഡിനെ അമോണിയ ആയിട്ട് ട്രീറ്റ് ചെയ്താൽ നിങ്ങൾ നോക്കുക, ഇതുപോലെ തന്നെയാണ് ആദ്യം നടക്കുക. കണ്ടോ? ബെൻസീൻ റിംഗ്, COONH4, again COONH4. ഹീറ്റിംഗ് എന്തുണ്ടാവും? രണ്ടിൽ നിന്നും വാട്ടർ പോയിട്ട് CONH2 ആൻഡ് again CONH2. ഓൺ ഫർദർ ഹീറ്റിംഗ്, ഇനിയും ഇതിനെ നമ്മൾ ഹീറ്റ് ചെയ്താൽ ഫ്രം ദിസ് 1 molecule ഓഫ് അമോണിയ വിൽ ബി എലിമിനേറ്റഡ്. ഇതിനെ സ്ട്രോങ് ഹീറ്റ് ചെയ്താൽ, പിന്നെയും ഇതിനെ ഹീറ്റ് ചെയ്താൽ ഇതിൽ നിന്ന് 1 molecule അമോണിയ പോയിട്ട് CONH എന്നുള്ളൊരു കോമ്പൗണ്ട് ഉണ്ട്. ദിസ് ഈസ് കോൾഡ് താലിമൈഡ്. നോട്ട് ചെയ്ത് വെക്കുക, ദിസ് ഈസ് കോൾഡ് താലിമൈഡ്. അപ്പോ ഇതിന്റെ പേരും താലിമൈഡ് എന്ന് തന്നെയാണ്, ഇതിന്റെ പേരും താലിമൈഡ് തന്നെയാണ്. പക്ഷെ ഇതിനേക്കാൾ നമുക്ക് വളരെ കോമൺ ആയിട്ട് അപ്ലിക്കേഷൻ വരുന്ന കോമ്പൗണ്ട് മിസ് ലാസ്റ്റ് എഴുതിയതാണ്. അപ്പോ ഇപ്പൊ നോർമൽ താലിമൈഡിനെ വീണ്ടും അമോണിയ ഹീറ്റ് ചെയ്ത് ഈ താലിമൈഡ് ആക്കി മാറ്റാനുള്ള കാരണം ഇത് നമ്മൾ പ്രൈമറി അമീൻ ഒക്കെ ഉണ്ടാക്കാനുള്ള ബെസ്റ്റ് മെത്തേഡ് ആണ് താലിമൈഡ് വെച്ചിട്ടുള്ള പ്രിപ്പറേഷൻ. അത് നമുക്ക് പിന്നെ ആവശ്യം വരും. സോ ദാറ്റ് ഈസ് കോൾഡ് താലിമൈഡ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? പറയണ്ടല്ലോ, ഇത് മറ്റേതുപോലെ തന്നെ ആസിഡും അമോണിയം ട്രീറ്റ് ചെയ്യുക, സോൾട്ട് ഉണ്ടാവും, വാട്ടർ എലിമിനേറ്റ് ചെയ്ത് അമൈഡ് ഉണ്ടാവും. ഓൺ സ്ട്രോങ് ഹീറ്റിംഗ് അഗെയിൻ അമോണിയ വിൽ ബി എലിമിനേറ്റഡ് ടു ഗെറ്റ് ക്ലിയർ. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ഈസ് റിഡക്ഷൻ. ഇതും നിങ്ങൾക്കറിയാം, നോക്കിയിട്ട് വേഗം പറയാ. RCOOH, RCH2OH നിങ്ങൾക്കറിയാം. ആസിഡിനെ റെഡ്യൂസ് ചെയ്താൽ യു വിൽ ഗെറ്റ് ആൻ ആൽക്കഹോൾ. ഏതാണ് റെഡ്യൂസിങ് ഏജന്റ്? ആസിഡിനെ ആൽക്കഹോൾ ആക്കാനുള്ള റെഡ്യൂസിങ് ഏജന്റ്. ഓക്കെ, ഗുഡ്. ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ്. ഇവിടെ ഓർത്ത് വെക്കണേ, ഇവിടെ നിങ്ങൾക്ക് നോ ചാൻസ് ഓഫ് റൈറ്റിംഗ് NaBH4. NaBH4 കാർബോക്സിലിക് ആസിഡിനെ റെഡ്യൂസ് ചെയ്യില്ല. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച റെഡ്യൂസിങ് ഏജന്റ് ഇത് മാത്രമാണ്. മിസ് അതിന്റെ കൂടെ ഒന്നുകൂടി ആഡ് ചെയ്യണേ, B2H6. ആസിഡിനെ ആൽക്കഹോൾ ആക്കാൻ ഞാൻ ഓർഗാനിക് തുടങ്ങിയപ്പോ പറഞ്ഞിരുന്നു, ആദ്യം തന്നെ ഞാൻ എല്ലാം കൂടി വലിച്ചു വാരി പറയില്ല. അപ്പൊ നിങ്ങൾക്ക് ഒന്നൊന്നും ഒരു ക്ലാരിറ്റി ഇല്ലാണ്ട് വരും. അപ്പോ ഇതെന്തുകൊണ്ട് മിസ് അപ്പ പറഞ്ഞില്ല എന്ന് ചിന്തിക്കണ്ട. ഇപ്പൊ നിങ്ങൾക്ക് ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ് ഓൾറെഡി അറിയാലോ. അപ്പൊ അതിന്റെ ഒക്കെ കൂടി ഓരോന്ന് ആഡപ്പ് ചെയ്യാണ് ബെസ്റ്റ് മെത്തേഡ്. അല്ലാതെ എല്ലാ കോംപ്ലിക്കേഷൻ കൂടി ആദ്യം പഠിക്കുന്നതിനേക്കാൾ നല്ലത് അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ പറയാനത്. സോ ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ് ആൻഡ് ഡൈബോറൈൻ ഓൾസോ ക്യാൻ ബി യൂസ്ഡ് ആസ് എ റെഡ്യൂസിങ് ഏജന്റ്. പക്ഷെ ഈ ഡൈബോറൈൻ ഒരു പ്രത്യേകതയുണ്ട്. അതായത് എസ്റ്റർ, ഹാലോ, വെരി വെരി ഇമ്പോർട്ടന്റ്. നമുക്ക് ഇതിന്റെ അപ്ലിക്കേഷൻ വരും. നൈട്രോ ഗ്രൂപ്പിനെ, ഈ 3 ഗ്രൂപ്പിനെ, എസ്റ്റർ, ഹാലോ ആൻഡ് നൈട്രോ ഗ്രൂപ്പ് won't be reduced by very important information, B2H6.
ആസിഡിനെ ആൽക്കഹോൾ ആക്കും. പക്ഷെ എസ്റ്ററിനെയോ ഹാലോജനെയോ ഹാലോ കോമ്പൗണ്ട്സിനെയോ നൈട്രോ കോമ്പൗണ്ടിനെയോ അല്ലെങ്കിൽ എന്താ പറ്റുക, നൈട്രോ അമിനോ ആവും. അതൊക്കെ ഇനി നമുക്ക് അമീൻസ് വരുമ്പോ പഠിക്കും. ആസിഡ് ആൽക്കഹോൾ ആവും. അപ്പൊ ഇപ്പൊ നമുക്ക് ആസിഡിനെ മാത്രം ആൽക്കഹോൾ ആക്കണം, ഇതിനെ ഒന്നും തൊടാൻ പാടില്ല. അതിനൊന്നും തൊടാണ്ട് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡൈബോറൈൻ. ഓക്കെ, പക്ഷെ ആസിഡിനെ ആൽക്കഹോൾ ആക്കാൻ യു ക്യാൻ റൈറ്റ് എയ്തർ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ഓർ ഡൈബോറൈൻ. ഓക്കെ, ക്ലിയർ?